ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പതനം. NDA പാളയത്തിലെത്തിയ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ BJPക്ക്. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. 9 MLA-മാരെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് നേതൃത്വം. ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധിക്കിടെ ജോഡോ യാത്ര പശ്ചിമ ബംഗാളിൽ. കേന്ദ്ര സർക്കാരിനെതിരെ റാലിയുമായി മമത. രാഹുൽ മമത കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത മങ്ങി. ഗവർണറുടെ സുരക്ഷ CRPF-ന് നൽകിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും. കേന്ദ്ര നടപടി ഫെഡറൽ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് LDF. ആര് വന്നാലും പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് MV ഗോവിന്ദൻ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിന്റെ DNA പരിശോധന നടത്തും. കോടതിയിൽ അപേക്ഷ നൽകാൻ NIA തീരുമാനം. നീക്കം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മോദി സർക്കാരിനെ വിമർശിച്ച് സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ. രാജ്യത്തിന്റെ കടം കുത്തനെ കൂടി. രാജ്യ പുരോഗതിയേക്കാൾ മോദിക്ക് താൽപര്യം ഭിന്നിപ്പിച്ച് ഭരിക്കാൻ. കേന്ദ്ര ധനമന്ത്രിയുടെ ഭർത്താവിന്റെ വിമർശനം കേരള വിഷൻ ന്യൂസിനോട്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഇംഗ്ലണ്ടിന്റെ ജയം 28 റൺസിന്. 231 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 202-ന് പുറത്ത്. പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിൽ.